നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. സാൻഡ് ബിൽഡേഴ്സ്, ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്. ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഗംഭീര പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു സുന്ദരിയുണ്ട്, നേഹയുടെ ഒരു ഫ്രണ്ടും ഉണ്ട്, അഞ്ജലി. കുറെ വിശേഷങ്ങളുണ്ട്, അത് നമുക്ക് നേഹയോട് തന്നെ ചോദിച്ചറിയാം. സുഖമായിട്ടിരിക്കുന്നോ? ഓ സുഖം. എങ്ങനെയുണ്ട് ഈ വർഷത്തെ കലോത്സവം? പറയാനുണ്ടോ? അടിപൊളിയാണ്. എനിക്ക് ഒരു വർഷമായിട്ട് ആങ്കിളിലായിട്ട് ലിഗമെന്റ് ടയർ ഉണ്ട്, 2 ലിഗമെന്റ് ടയർ ഉണ്ട്, പ്ലസ് സോഫ്റ്റ് ടിഷ്യൂ ഫുൾ ഡാമേജ്ഡും ആണ്. പിന്നെ അതത്ര പ്രശ്നമൊന്നും വരത്തില്ല, വേദന ഉണ്ട്. പക്ഷെ ആ ഒരു സ്പിരിറ്റ് നമ്മൾ കളിക്കുമ്പോൾ ആ ഒരു സ്പിരിറ്റ്, അതിനോടുള്ള ഒരു ഇഷ്ടം കാരണം നമ്മൾ അതൊരിക്കലും അറിയലില്ല. അപ്പം കൂട്ടുകാരിയും കൂടെ പരിചയപ്പെടാം. ഞാൻ അഞ്ജലി VM, കോഴിക്കോട് തന്നെയാണ്. ഞങ്ങൾ ഒരു സ്കൂളിലാണ് പഠിക്കുന്നത്. ഞാൻ 10th-ലാണ്, ഏച്ചി 11th-ലും. ഒരു ആശാന്റെ കീഴിലാണ് നിങ്ങൾ? അതെ, ഞങ്ങൾ വിനീത് സാറിന്റെ അടുത്താണ് പഠിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും ഒരേ ഐറ്റം തന്നെയാണ് പഠിച്ചത്. ഗീത പത്മകുമാർ എന്ന് പറഞ്ഞ ടീച്ചറാണ് കമ്പോസും കൊറിയോഗ്രാഫിയും ഒക്കെ ചെയ്തത്. ഞങ്ങൾ ഇവളുടെ കഴിഞ്ഞു, ഓൾറെഡി കോമ്പറ്റീഷൻ കഴിഞ്ഞു. A ഗ്രേഡ് ഉണ്ട് കുച്ചിപ്പുടിയിൽ, മോഹിനിയാട്ടത്തിലും A ഗ്രേഡ് ഉണ്ട്. എൻ്റെ ഇപ്പം കഴിഞ്ഞതേ ഉള്ളൂ. ഞാൻ ഡാൻസ് കളിച്ചുകൊണ്ട് പ്രാക്ടീസ് ചെയ്യായിരുന്നു. കഴിഞ്ഞ കൊല്ലത്തെ ഡിസ്ട്രിക്റ്റിന് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് വീണു പോയതായിരുന്നു. അപ്പൊ ആദ്യം ഡോക്ടറിനെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ചെറിയൊരു ട്വിസ്റ്റിൽ വന്ന ലിഗമെന്റ്, ഒരു സ്പ്രെയിൻ മാത്രമാണെന്നാണ് പറഞ്ഞത്. നമ്മൾ കുറച്ചു കാലത്തേക്ക് ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്തൊന്ന് റെഡി ആയതായിരുന്നു. അത് കഴിഞ്ഞിട്ട് സ്റ്റേറ്റിലേക്കൊക്കെ അത് പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ കൊല്ലം ഞാൻ CBSE-ലാണ് പഠിച്ചത്. CBSE സ്റ്റേറ്റിന് പോയി, കുച്ചിപ്പുടിക്ക് തന്നെ. അപ്പോൾ സ്റ്റേറ്റിലൊക്കെ കളിക്കുമ്പോൾ കുറച്ച് വേദനയും അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ അത് മാറി. അത് കഴിഞ്ഞിട്ട് ഇക്കൊല്ലം സ്കൂളിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത്, സ്കൂൾ കലോത്സവത്തിൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് വീണ്ടും വേദന വന്നു തുടങ്ങി. അപ്പോൾ ഞാൻ ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ MRI ചെയ്ത് നോക്കിയപ്പോൾ പറഞ്ഞത് റിപ്പീറ്റായിട്ട് ഇഞ്ചുറി വരുന്നതാണ്. കുറച്ച് റെയറാണ്, പക്ഷേ പെയിൻ എത്ര നമ്മൾ കളിക്കുന്നോ അത്രയും കൂടുകയുള്ളൂ. ഞാൻ ആദ്യം ഡോക്ടർ പറഞ്ഞു അത് കുറച്ച് കാലത്തേക്ക് നമുക്ക് ഒന്ന് നിർത്താം, ഒരു ഗ്യാപ്പൊക്കെ കൊടുത്ത് പതുക്കെ ഇതാക്കാം. അങ്ങനെ കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ ഫ്യൂച്ചറിനൊക്കെ പ്രശ്നം വരാമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്കത് കേട്ടപ്പോൾ തന്നെ ഞാൻ ഫുൾ ടെൻഷനിലായി. കാരണം ഞാൻ അത്രയും ആഗ്രഹിച്ച് വന്നതാണ്. കലോത്സവം എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാണ്. അപ്പോൾ അങ്ങനെ ആയപ്പോൾ ഞാൻ ഡോക്ടറിനോട് പറഞ്ഞു, ഡോക്ടർ എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കളിക്കണം. അപ്പോൾ ആദ്യം ഡോക്ടർ ഇങ്ങനെ വേണ്ട എന്ന് പറഞ്ഞെങ്കിലും എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു സ്പിരിറ്റ് കാരണം ആള് പിന്നെ ശരി നീ പോയിട്ട് വന്നിട്ട് അടിപൊളിയായി കളിച്ചിട്ട് തിരിച്ചു വന്നിട്ട് നമുക്ക് എന്താ വെച്ചാൽ നോക്കാമെന്ന് പറഞ്ഞു. പിന്നെ MRI ചെയ്ത് നോക്കിയപ്പോൾ 3 ടൈപ്പ് ഉണ്ട് ലിഗമെന്റ് ടയറിന്. അതിൽ ടൈപ്പ് 3 ആണെങ്കിൽ മാത്രമേ സർജറീൻ്റെ ഒക്കെ ആവശ്യം വരുള്ളൂ. ടൈപ്പ് 2-ല് ഒതുങ്ങിയിട്ടുണ്ട്. അപ്പോൾ പ്രശ്നമൊന്നുമില്ല, ഫ്യൂച്ചറിലേക്ക് എന്തെങ്കിലും പ്രശ്നം വരില്ല എന്നാണ്. ശരി, കൂട്ടുകാരുടെ കൂടെ ഒപ്പത്തിനൊപ്പമാണ് കളിക്കുന്നത്. അതെ അതെ, ഞങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേപോലെ ഹെൽപ്പ് ചെയ്തും, ഞങ്ങൾക്ക് അങ്ങനെ ഒരു കൂട്ടുകാരി എന്നുള്ളതിനെക്കാട്ടി ഒരു സിസ്റ്റേഴ്സ് എന്നുള്ള ബോണ്ടാണ്. ഞങ്ങൾ ഹോൾ ഡാൻസ് ക്ലാസ് അങ്ങനെയാണ്. ഒരൈറ്റം പഠിക്കുകയാണെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പഠിപ്പിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യും. അപ്പം അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി പഠിച്ചതാണ് അലമേലു മങ്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റം. അത് അലമേലു മങ്കേൻ്റെയും വെങ്കടേശ്വര സ്വാമിൻ്റെയും ലവ് സ്റ്റോറിയാണ് കാണിക്കുന്നത്. വളരെ മനോഹരമായിട്ടാണ് അത് കൊറിയോഗ്രാഫി ചെയ്ത് ഞങ്ങൾക്ക് കളിക്കാൻ സാധിച്ചതിൽ ഭയങ്കര ഭാഗ്യം തോന്നുന്നു. പ്രതിസന്ധികളെ തരണം ചെയ്ത് ഈ സുന്ദരി കുട്ടികൾ മുന്നേറുകയാണ്. കലോത്സവ നഗരിയിൽ നിന്ന് ക്യാമറമാൻ ഫാസിലോടൊപ്പം ടീം മൂവി വേൾഡ് മീഡിയ.